സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ അനുനയ നീക്കവുമായി എത്തിയ മന്ത്രിമാരായ പി രാജീവിനോടും ഡോക്ടർ ആർ ബിന്ദുവിനോടും നിലപാട് വ്യക്തമാക്കി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഡോക്ടർ സിസ തോമസിന്റെ യോഗ്യതകൾ നിരത്തിയ ഗവർണർ ഡിജിറ്റൽ VC ആയി ഡോക്ടർ സജി ഗോപിനാഥിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും വിശദീകരിച്ചു. VC നിയമനം സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, VC നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്താനിരിക്കെയാണ് ഇന്നിപ്പോൾ മന്ത്രിമാർ പി രാജീവും ആർ ബിന്ദുവും ഗവർണറെ പോയി കണ്ടത്. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ്, നാളെ സുപ്രീം കോടതി VC നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇന്ന് സമവായ നീക്കവുമായി നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. രണ്ട് ഭാഗവും അവരവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയില്ല, സമവായം ഉണ്ടായില്ല എന്നതാണ് ഈ യോഗത്തിൻ്റെ ഫലശ്രുതിയായി നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അതായത് രണ്ട് മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഗവർണറും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണർ സർക്കാർ ഉന്നയിച്ച വാദങ്ങളോട് പ്രതികരിച്ചില്ല എന്നതാണ് നമുക്ക് മന്ത്രിമാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് തന്നെ VCമാരെ നിയമിക്കണം എന്നതാണ് നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ഉന്നയിച്ച ആവശ്യം. ഈ പട്ടികയിലെ ഏതെങ്കിലും ചില പേരുകളോട് ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ പേരുകൾ മാറ്റിവെച്ച് പട്ടികയിലെ മറ്റു പേരുകൾ പരിഗണിക്കാമല്ലോ എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഗവർണർ ആകട്ടെ എന്തുകൊണ്ടാണ് ഡോക്ടർ സിസ തോമസിനെ, അതായത് സാങ്കേതിക സർവകലാശാല VC ആയി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഗവർണർ ചൂണ്ടിക്കാണിക്കുന്ന സിസ തോമസിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന കാര്യത്തിൽ എതിർക്കുന്നതെന്ന് ചോദിച്ചു. മാത്രമല്ല, സിസ തോമസ് യോഗ്യയായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ നേരത്തെ നിയോഗിച്ച പല കമ്മിറ്റികളിലും അവരെ അംഗമാക്കിയത് എന്തുകൊണ്ടാണെന്നും ഗവർണർ ചോദിച്ചു. അതോടൊപ്പം തന്നെ ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ VC ആക്കണമെന്ന് സർക്കാർ നിർദ്ദേശത്തെ ഗവർണർ എന്ന നിലയിൽ താൻ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന കാര്യവും ഗവർണർ വിശദീകരിച്ചു. അതായത് സജി ഗോപിനാഥുമായി ബന്ധപ്പെട്ട് എതിർപ്പിനുള്ള കാരണം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ചില അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. എന്നാൽ അതേപ്പറ്റി താൻ പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല. കോടതിയെയും അറിയിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ എതിർപ്പിന് കാരണം എന്താണെന്ന് മുഖ്യമന്ത്രിയെ വിശദമായി അറിയിച്ചിട്ടുണ്ട് എന്നും ഗവർണർ വ്യക്തമാക്കി. എന്തായാലും മന്ത്രിമാരും ഗവർണറും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഒരു മഞ്ഞുരുക്കമുണ്ടായില്ല. നാളെ ഇനി കോടതിയിൽ കാണാം എന്ന കാര്യമാണുള്ളത്. നേരത്തെ കോടതി സർക്കാരും ഗവർണറും യോജിപ്പിലെത്തുന്നില്ലെങ്കിൽ കോടതി തന്നെ VC നിയമനം നടത്തുമെന്ന ഒരു അന്ത്യശാസനം പോലെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കോടതി നാളെ എടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ദിലീപ്, കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് മന്ത്രിമാർ ഇന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയിലും സമവായമായിട്ടില്ലെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.